ഇന്നത്തെ കാലഘട്ടത്തിൽ കൂടുതൽ ചെറുപ്പക്കാരും പ്രണയവിവാഹം കഴിക്കുന്നവരാണ്. പരസ്പരം അറിഞ്ഞും മനസ്സിലാക്കിയും ദാമ്പത്യ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ ബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകില്ലെന്നാണ് ഇവരുടെ വാദം. മാത്രമല്ല, ഇവിടെ സ്നേഹിച്ച പെണ്ണിനെ വിവാഹം കഴിക്കാനായി സ്ത്രീധനം ആവശ്യപ്പെടുകയുമില്ല. ഇങ്ങനെ പരസ്പരം ഇഷ്ടപ്പെട്ട് വിവാഹം കഴിച്ച 2 പേരുണ്ട് കണ്ണൂർ ആലക്കോട്. എന്നാൽ കല്യാണം കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ സ്ത്രീധനം ആവശ്യപ്പെട്ടുള്ള പ്രശ്നങ്ങൾ തുടങ്ങി. ഒടുവിൽ മാനസിക പീഡനം സഹിക്കാൻ കഴിയാതെ ഡെൽന എന്ന 23-കാരി ജീവനൊടുക്കി. എന്താണ് ഡെൽനയുടെയും സനൂപിൻ്റെയും ജീവിതത്തിൽ സംഭവിച്ചത്? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. കണ്ണൂർ ആലക്കോട് സ്വദേശികളായ സനൂപും ഡെൽനയും പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ്. പ്രണയവിവാഹമായതിനാൽ സ്ത്രീധനമൊന്നും ആവശ്യപ്പെട്ടില്ല. എന്നാൽ വിവാഹം കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോഴേക്കും ഭർത്തൃവീട്ടുകാരുടെ തനി സ്വഭാവം പുറത്തു വന്നു. സ്ത്രീധനമായി 80 പവൻ സ്വർണം ആവശ്യപ്പെട്ട് ഡെൽനയ്ക്ക് മേൽ ഭർത്താവിൻ്റെയും മാതാപിതാക്കളുടെയും മാനസിക പീഡനവും ശകാരവും ഉണ്ടായി. ആദ്യമൊക്കെ ആരോടും പറയാതെ ഉള്ളിലൊതുക്കിയെങ്കിലും കഴിഞ്ഞ ദിവസം ഡെൽന സ്വന്തം വീട്ടിലേക്ക് പോന്നു. തുടർന്ന് വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യുകയായിരുന്നു. കേസിൽ ഭർത്താവ് സനൂപ് ആന്റണി, മാതാവ് സോളി എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. സ്ത്രീധനം, ഗാർഹിക പീഡനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് അറസ്റ്റ്. കഴിഞ്ഞ ദിവസമാണ് ചാണോക്കുണ്ടിലെ പുത്തൻപുര ബിനോയ് ബിന്ദു ദമ്പതികളുടെ മകൾ 23-കാരിയായ ഡെൽന ആത്മഹത്യ ചെയ്തത്. ഭർത്തൃവീട്ടിൽ നിന്നും സ്വന്തം വീട്ടിലെത്തിയ യുവതി എലിവിഷം കഴിച്ചാണ് ജീവനൊടുക്കിയത്. 4 മാസം മുൻപാണ് പരിയാരം കളത്തിൽ പറമ്പിൽ സനൂപ് ആന്റണിയും ഡെൽനയും വിവാഹിതരായത്. ഇവരുടേത് പ്രണയ വിവാഹമായിരുന്നു. വിവാഹശേഷം ഭർത്തൃവീട്ടുകാർ സ്ത്രീധനമായി 80 പവൻ സ്വർണം ആവശ്യപ്പെട്ട് പീഡിപ്പിക്കുകയായിരുന്നുവെന്ന് ഡെൽനയുടെ കുടുംബം ആരോപിക്കുന്നു. നിന്നെ ഇങ്ങോട്ട് കയറ്റാൻ ഞങ്ങൾക്ക് ഒരു ഇഷ്ടമില്ല, താല്പര്യമില്ല എന്നൊക്കെ പറയുകയുണ്ടായി. എന്നിട്ട് പറഞ്ഞു, നിന്റെ തന്തയും തള്ളയും കൂടെ എന്റെ മോന്റെ സ്വത്ത് കണ്ടിട്ടല്ലേ എന്റെ മോന്റെ തലയിലോട്ട് കെട്ടിവെച്ചത്. ആ സ്വത്തിന് വേണ്ടിയിട്ടല്ലേ, നിനക്ക് ഇതിലും വലിയൊരു, അതായത് എന്റെ ചേച്ചിക്ക് ഇതിലും വലിയൊരു ആലോചന വരത്തില്ലെന്ന് നിനക്കും നിന്റെ തന്തയ്ക്കും തള്ളയ്ക്കൊക്കെ അറിയാം. എന്നിട്ട് മനഃപൂർവ്വം ഫോഴ്സ് ചെയ്ത് എന്റെ മകന്റെ തലയിൽ കെട്ടിവെച്ചിട്ട് സുഖമായിട്ട് ജീവിക്കാന്നല്ലേ വിചാരിക്കുന്നതെന്നൊക്കെ പറയുകയൊക്കെ ഉണ്ടായി. വളരെ മോശമായിട്ട് രീതി ഇതുപോലെ കുറെ കാര്യങ്ങൾ അവരുടെ അടുത്ത് പറയുന്നുണ്ട്. എല്ലാം എനിക്ക് പറയാനുള്ള പ്രാണിയില്ലാത്തതുകൊണ്ടാണ്. പിന്നെ ഒരു ദിവസം അവളെ വീട്ടിലോട്ട് വിളിച്ചു വരുത്തിയിട്ട് അവളുടെ മുഖത്ത് നോക്കിയിട്ട് അവരുടെ അമ്മ പറഞ്ഞെന്നാ പറഞ്ഞത്, എന്റെ 2 പെൺപിള്ളേരെ എന്തോരം കൊടുത്താണ് ഞാൻ കെട്ടിച്ചു വിടുന്നത്, അതിലേറെ മേടിച്ചിട്ട് നിന്നെ വീട്ടിൽ കയറ്റി എന്റെ മകന്റെ കൊണ്ട് നക്കിക്കത്തുള്ളെന്ന് അവളുടെ മുഖത്ത് നോക്കി വീട്ടിൽ വിളിച്ചെന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. അത്രയും കൂള് മേടിച്ചിട്ട് നിന്നെ ഈ വീട്ടിൽ കയറ്റി നക്കിക്കത്തുള്ളെന്നൊക്കെ അവളെടുത്ത് പറഞ്ഞത്. അതിനെ ചൊല്ലി അവള് ഭയങ്കരമായിട്ട് ഡിപ്രഷൻ ആവുകയും വിഷമിക്കുകയും കരയുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. സ്ത്രീധനത്തിന്റെ പേരിൽ മകളെ ഭർത്തൃവീട്ടുകാർ ശാരീരികവും മാനസികവുമായി പീഡിപ്പിച്ചതാണ് മരിക്കാനുള്ള കാരണമെന്നാരോപിച്ച് മാതാവ് ബിന്ദു പോലീസിൽ പരാതി നൽകിയിരുന്നു. തുടർന്നാണ് സ്ത്രീധനം, ഗാർഹിക പീഡനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി ഭർത്താവ് സനൂപ് ആന്റണി, മാതാവ് സോളി ആന്റണി എന്നിവരെ തളിപ്പറമ്പ് ഡിവൈഎസ്പി പ്രമോദിന്റെ നിർദ്ദേശപ്രകാരം ആലക്കോട് പോലീസ് അറസ്റ്റ് ചെയ്തത്. തളിപ്പറമ്പ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ആലക്കോട്. ഗുണ്ടാ സംഘങ്ങൾ നാട്ടിൽ അഴിഞ്ഞാടുമ്പോൾ സാധാരണക്കാരായ ജനങ്ങൾ ഭീതിയോടെയാണ് ജീവിക്കുന്നത്. വീട്ടിൽ കയറിയുള്ള ആക്രമണം മാത്രമല്ല, തട്ടിക്കൊണ്ടുപോയി മർദ്ദിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന സംഭവങ്ങൾ പതിവാകുന്നു. തൃശൂർ കുന്നംകുളത്ത് വീട് കയറിയുള്ള ആക്രമണത്തിൽ വയോധികയടക്കം 3 പേർക്ക് പരിക്കേറ്റു. 7-അംഗ സംഘമാണ് വീട് കയറി ആക്രമണം നടത്തിയത്. പരുക്കേറ്റവരെ തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. മുൻവൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്നാണ് സൂചന. കഴിഞ്ഞ ദിവസം രാത്രി 9 മണിയോടെയായിരുന്നു സംഭവം. കാണിപ്പയ്യൂരിൽ വാടകയ്ക്ക് താമസിക്കുന്ന കുടുംബത്തെയാണ് 7-അംഗ സംഘം ആക്രമിച്ചത്. വീടിനുള്ളിൽ കയറി വയോധികയെ അടക്കം 3 പേരെ മർദ്ദിക്കുകയായിരുന്നു. തുണ്ടത്തിൽ വീട്ടിൽ ശാന്ത, മക്കളായ സിബി, അഭി എന്നിവർക്കാണ് പരിക്കേറ്റത്. വാടകയ്ക്ക് താമസിച്ചിരുന്ന വീടിന് മുകളിലെ താമസക്കാരായിരുന്നവരാണ് ആക്രമണത്തിന് പിന്നിലെന്ന് കുടുംബം ആരോപിക്കുന്നു.
കടം കൊടുത്ത 10,000 രൂപ തിരിച്ചു ചോദിച്ചതിലുള്ള വൈരാഗ്യത്തിലാണ് ആക്രമണം. സംഭവത്തിൽ ആകർഷ് എന്ന 2 പേരെ കുടുംബം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ആക്രമണത്തിൽ ശാന്തയുടെ മൂക്കിന്റെ പാലം തകർന്നു. സിബിക്കും മൂക്കിനാണ് പരിക്കേറ്റത്. അഭിയുടെ ചെവിക്ക് ഗുരുതര പരിക്കേറ്റിട്ടുണ്ട്. ഇവർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 തൃശൂർ. കൊച്ചി ഇപ്പോൾ ഗുണ്ടാ ക്രിമിനൽ സംഘങ്ങളുടെ നിയന്ത്രണത്തിലാണ്. ആരെയും തട്ടിക്കൊണ്ടുപോകാനും മർദ്ദിക്കാനും മടി കാണിക്കാത്ത കൊട്ടേഷൻ സംഘങ്ങൾ. കൊച്ചിയിൽ യുവാവിന് നേരെ കൊലവിളി നടത്തിയത് കുപ്രസിദ്ധ ഗുണ്ടാ നേതാവ് തമ്മനം ഫൈസലാണ്. രഹസ്യ കേന്ദ്രത്തിലെത്തിച്ച് യുവാവിനെ ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. അതിനിടെ ഗുണ്ടകളെ അമർച്ച ചെയ്യുന്നതിനുള്ള ഓപ്പറേഷൻ ആഗ് പദ്ധതി പുരോഗമിക്കുകയാണ്. ആലുവ റൂറൽ പരിധിയിൽ 200-ലധികം ഗുണ്ടകളെ പിടികൂടിയതായും പെരുമ്പാവൂർ അനസിനെ നാട്ടിലെത്തിച്ച് പിടികൂടാനുള്ള നടപടികൾ തുടരുന്നതായും റൂറൽ SP വ്യക്തമാക്കി. ഞാൻ എന്താ വിട്ടുകളഞ്ഞെന്നറിയാമോ? എന്റെ ഭാഗത്ത് തെറ്റായോണ്ടാ. നീ ആരോടെങ്കിലും പറഞ്ഞാ ഇതായിരിക്കും വീഡിയോ കാണിക്കണം. കേട്ടല്ല, ആ വീഡിയോ എടുത്ത് കൊടുത്തടാ. കേട്ടാ പറഞ്ഞത് ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് കൊച്ചിയിലെ രഹസ്യ കേന്ദ്രത്തിൽ വെച്ച് യുവാവിനെ മുട്ടിന്മേൽ നിർത്തി ഭീഷണിപ്പെടുത്തുന്ന ഈ സംഭവം ഉണ്ടായത്. തനിക്കെതിരെ ആരോടെങ്കിലും സംസാരിച്ചാൽ ദൃശ്യങ്ങൾ പുറത്തുവിടുമെന്നും ഗുണ്ടാ നേതാവും സംഘവും ഭീഷണി മുഴക്കുന്നുണ്ട്. കുപ്രസിദ്ധ ഗുണ്ടാ നേതാവ് തമ്മനം ഫൈസലാണ് യുവാവിന് നേരെ കൊലവിളി നടത്തുന്നതാണ് സൂചന. ഓപ്പറേഷൻ ആഗിന്റെ ഭാഗമായുള്ള പരിശോധനയിൽ ഫൈസലിന്റെ സംഘാംഗത്തിൽ നിന്നാണ് ഈ ദൃശ്യങ്ങൾ ലഭിച്ചതെന്നാണ് വിവരം. 1 വർഷം മുൻപ് തമ്മനം ഫൈസൽ മറ്റൊരു ഗുണ്ടാ സംഘത്തിലുള്ള കില്ലർ ജോണിയെ സമാനമായ രീതിയിൽ ഭീഷണിപ്പെടുത്തി ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. അതിനിടെ ഗുണ്ടാ സംഘങ്ങളെ അമർച്ച ചെയ്യാനുള്ള നടപടികൾ കൊച്ചിയിൽ ഊർജിതമായി നടക്കുന്നുണ്ട്. ആലുവ റൂറൽ പരിധിയിൽ 200-ലധികം ഗുണ്ടകളെ പിടികൂടിയതായി റൂറൽ SP വൈഭവ് സക്സേന ന്യൂസ് 18 പറഞ്ഞു. വ്യാപക പരിശോധനയ്ക്കായി എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും പോലീസ് നിരീക്ഷണം ശക്തമാക്കിയെന്നും SP വ്യക്തമാക്കി. വ്യാപകമായ ഈ ഗുണ്ടകളിനെതിരെ ഒരു ഡ്രൈവ് നടത്തുന്നുണ്ടോ മുഴുവൻ സംസ്ഥാന സ്റ്റേറ്റ് വൈഡ് ആണ്. നമ്മുടെ ജില്ലയുമിൽ ഈ കഴിഞ്ഞ 3 ദിവസത്തിലൊക്കെ തന്നെ മോർ ദാൻ 200 ഗുണ്ടകൾക്ക് നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇത് വളരെ വ്യാപകമായ രീതിയിൽ പിന്നെ കുറേ NDPS കേസുകൾ 107 പ്രൊസീഡിങ്സ് കാപ്പ പ്രകാരം പുതിയ ആൾക്കാരിനെതിരെ പ്രപ്പോസൽസ് ഇത് എല്ലാ കാര്യങ്ങൾ ഒരുമിച്ച് നടത്തുന്നുണ്ടോ. പിന്നെ റൗഡി പരേഡ് നടക്കാൻ വേണ്ടി എല്ലാ പോലീസ് സ്റ്റേഷൻസ്ക്ക് കർശനമായ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. വളരെ കർശനമായ രീതിയിൽ ഡ്രൈവ് നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മാഞ്ഞാലിയിൽ നിന്ന് തോക്കുകളുമായി പിടിയിലായ റിയാസിന്റെ അറസ്റ്റിൽ കൂടുതൽ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. പെരുമ്പാവൂർ അനസുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ റെയ്ഡ് തുടരുകയാണ്. പെരുമ്പാവൂർ അനസിനെ ഉടൻ നാട്ടിലെത്തിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായും SP പറഞ്ഞു. എല്ലാ എഫേർട്സ് വിതിൻ ദ ലീഗൽ ഫ്രെയിംവർക്ക് നമ്മൾ ചെയ്യുന്നുണ്ട്. കൂടുതൽ അഭിപ്രായം ഇപ്പോൾ പറയാൻ പറ്റിട്ടില്ല. പക്ഷേ ഈ റെസ്റ്റ് അഷ്യൂർഡ് ഓൾ സ്ട്രിക്റ്റ് ആക്ഷൻസ് ആർ ബീങ് ടേക്കൻ. പരിശോധനയും അറസ്റ്റും ഊർജിതമായി തുടരുമ്പോഴും ഗുണ്ടാ സംഘങ്ങൾ നാട്ടിൽ അഴിഞ്ഞാടുന്നത് പോലീസിന്റെ വീഴ്ചയാണെന്ന് ആക്ഷേപമുണ്ട്. ന്യൂസ് 18 കൊച്ചി. ഗുണ്ടാ സംഘങ്ങളെ പോലെ എന്തും ചെയ്യാൻ മടിയില്ലാത്തവരാണ് ലഹരി മാഫിയം. സംസ്ഥാനത്തെമ്പാടും ലഹരി ഇടപാടുകൾ നടക്കുന്നുണ്ട്. ഇത് ചോദ്യം ചെയ്താൽ പോലീസിനെയും നാട്ടുകാരെയും അവർ ആക്രമിക്കും. മലപ്പുറം പുത്തനത്താണിയിൽ ലഹരി മാഫിയ 2 യുവാക്കളെ കുത്തി പരിക്കേൽപ്പിച്ചത് ലഹരി വിൽപ്പന ചോദ്യം ചെയ്തതിനാണ്. ബാവപ്പടി സ്വദേശികളായ ആഷിഖ്, അബ്ദുറഹ്മാൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. സംഭവം പോലീസിനെ അറിയിച്ചിട്ടും നടപടി ഉണ്ടായില്ലെന്നും ആക്ഷേപമുണ്ട്. കഴിഞ്ഞ ദിവസം
രാത്രി 11:30-ക്ക് ശേഷം പുത്തനത്താണി തിരുനാവായ റോഡിൽ ബാവുപ്പടിയിലാണ് സംഭവം. ലഹരി വിൽപ്പന ചോദ്യം ചെയ്തതിനാണ് നാട്ടുകാരായ 2 യുവാക്കളെ കാറിലെത്തിയ സംഘം കത്തികൊണ്ട് കുത്തുകയും ആക്രമിച്ച് പരിക്കേൽക്കുകയും ചെയ്തത്. ബാവുപ്പടി സ്വദേശികളായ മാങ്ങാടൻ ആഷിഖ്, അബ്ദുറഹിമാൻ എന്നിവർക്കാണ് പരുക്കേറ്റത്. കാറിലെത്തിയ 4-അംഗ സംഘമാണ് ആക്രമണം നടത്തിയതെന്ന് ഇവർ പറഞ്ഞു. പ്രദേശത്ത് ഏറെ നാളായി ലഹരി മാഫിയയുടെ ഇടപാടുകൾ നടക്കുന്നതായി സംശയം തോന്നി നാട്ടുകാർ നിരീക്ഷണം നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പ്രദേശത്ത് കണ്ട അപരിചിതനായ ആൺകുട്ടിക്ക് കാറിലെത്തിയ സംഘം ലഹരി വസ്തു അടങ്ങിയ പൊതി നൽകിയിട്ട് പോയി. ഇത് ചോദ്യം ചെയ്തപ്പോൾ പ്രദേശവാസിയായ ഒരാളെ വാഹനമിടിച്ച ശേഷം ഇയാൾ അതിവേഗം രക്ഷപ്പെട്ടു. പിന്നീട് തിരികെ സംഘമായെത്തി ആക്രമണം നടത്തുകയായിരുന്നു. അവിടെ ഒരു സ്കൂട്ടിക്കാരൻ നിൽക്കുന്നുണ്ട്, ഒരു ചെക്കൻ. അപ്പോൾ അവനോട് എവിടേക്ക് വന്നാന്ന് ചോദിച്ചവന്. അപ്പോൾ അവിടെ വേറൊരു വണ്ടിക്കാരൻ വന്നിട്ട് ഇവനെ നമ്മളെ ഫ്രണ്ടിനെ തട്ടിയിട്ട് പോയി. അപ്പോൾ അവനെന്തോ MDM കഞ്ചാവും കച്ചവടം ചെയ്യുന്നവരാണ്. അത് നമ്മൾ ചോദ്യം ചെയ്തപ്പോൾ പിന്നെ അവർ വേറെ വണ്ടിയിലെ കൂടി വന്നിട്ട് 4-5 ആൾക്കാർ വന്ന് ഞങ്ങളെ കത്തിക്കൊക്കെ എടുത്ത് ഇതായത്. സംഭവ സമയം പോലീസിനെ വിളിച്ചിട്ടും വരാൻ വൈകിയെന്നും പരുക്കേറ്റവർ ആരോപിക്കുന്നു. പിന്നെ ഇത് അവിടെ കുറച്ച് ടൈമായിട്ട് ഇത് വളരെ സുലഭമായിട്ട് നടക്കുന്നുണ്ട്. പുറത്തുള്ള ആൾക്കാർ വന്നിട്ട് കച്ചവടം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നാട്ടുകാർ കുറച്ചായിട്ടായി വീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിങ്ങനെ തുടരാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നാട്ടുകാർ ശക്തമായിട്ട് പ്രതികരിക്കാനാണ് തീരുമാനം. പിന്നെ അതേമാതിരി കൽപ്പഞ്ചേരിക്ക് വിളിച്ചിട്ടും വണ്ടിയൊക്കെ വരാൻ ഒരുപാട് ലേറ്റായി. അല്ലെങ്കിൽ ഞങ്ങൾ കുറച്ച് നേരം അവിടെ 3/4 മണിക്കൂറോളം അവിടെ പിടിച്ചിട്ടിന്ന് അവിടെ ലോക്കൊക്കെ കിട്ടിയെന്ന്. ഈ വണ്ടി അടക്കം ഒരു ചോപ്പ് സ്വിഫ്റ്റാണ്. എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് വലിയ കത്തെല്ലാം ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് വണ്ടി എടുത്ത് ഓടി രക്ഷപ്പെടുന്നത്. കരിങ്കപ്പാറ സ്വദേശികളാണ് ആക്രമണം നടത്തിയതെന്നാണ് പറയുന്നത്. ആഷിഖിന് നെഞ്ചിൽ കുത്തേറ്റതിനു പുറമെ കാലിനും പരുക്കേറ്റു. അബ്ദുറഹിമാന് കാലിനാണ് പരുക്കേറ്റത്. വാളും കത്തിയും അടക്കമുള്ള മാരകായുധങ്ങളും സംഘത്തിന്റെ പക്കലുണ്ടായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു. പ്രതികൾക്കായി പോലീസ് അന്വേഷണം തുടങ്ങി. ന്യൂസ് 18 തിരൂർ. നെടുമ്പാശ്ശേരി വിമാനത്താവളം കേന്ദ്രീകരിച്ചുള്ള അവയവക്കടത്തിൽ രാജ്യാന്തര ബന്ധമുള്ള റാക്കറ്റിലേക്കാണ് അന്വേഷണം നീങ്ങുന്നത്. മുഖ്യപ്രതി സബിത്ത് നാസറിൽ നിന്നും നിർണായകമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇനി അറിയേണ്ടത് ഇതിൻ്റെ ഇരകളെക്കുറിച്ചാണ്. സബിത്ത് നൽകിയ മൊഴി അനുസരിച്ച് 20 പേരെയാണ് അവയവക്കടത്തിന് വിദേശത്തേക്ക് കൊണ്ടുപോയത്. ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്താൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. അതിനിടെ കേസിന്റെ അന്വേഷണത്തിന് ആലുവ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. അവയവ കച്ചവടത്തിനായി 2019 മുതൽ ഇറാനിലേക്ക് മനുഷ്യക്കടത്ത് നടത്തിയ സംഭവത്തിൽ കൂടുതൽ പേർ ഇരയായിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളാണ് അന്വേഷണ സംഘം പരിശോധിക്കുന്നത്. കേസിന്റെ അന്വേഷണത്തിനായി ആലുവ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള 10-അംഗ സംഘത്തെ നിയോഗിച്ചു. ആലുവ റൂറൽ SP വൈഭവ് സക്സേനയുടെ മേൽനോട്ടത്തിലാകും അന്വേഷണം. പ്രത്യേകിച്ചും അപ്ഡേറ്റ് ഒന്നുമില്ല. ടീം ഓൾറെഡി ഫോം ചെയ്തിട്ടുണ്ട്. ആ ടീം നല്ല രീതിയിൽ ശാസ്ത്രീയമായ രീതിയിൽ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യണം. ഇപ്പോൾ ഒന്നും പറയാൻ പറ്റിട്ടില്ല. സെൻസിറ്റീവ് കേസാണ്, അണ്ടർ ഇൻവെസ്റ്റിഗേഷൻ. അതേസമയം കേന്ദ്ര അന്വേഷണ ഏജൻസികളും വിഷയത്തിൽ അന്വേഷണം നടത്തുന്നുണ്ട്. അവയവ കച്ചവടത്തിനപ്പുറം ഇടപാടുകളിൽ തീവ്രവാദ ബന്ധമുണ്ടോ എന്നതടക്കം പരിശോധിക്കും. ഹൈദരാബാദ് കേന്ദ്രീകരിച്ചും അവയവ കച്ചവടത്തിന്റെ ആസൂത്രണം നടക്കുന്നതായി പ്രതി സബിത്ത് നാസർ പോലീസിന് മൊഴി നൽകിയിരുന്നു. സബിത്തിന്റെ സാമ്പത്തിക ഇടപാടുകളും അന്വേഷണ സംഘം വിശദമായി പരിശോധിക്കുന്നുണ്ട്. ന്യൂസ് 18 കൊച്ചി. ഗാർഹിക പീഡന പരാതിയുമായി പോലീസിനെ സമീപിച്ചാൽ നടപടികൾ സ്വീകരിക്കാറില്ലെന്ന് പൊതുവെ പരാതിയും ആക്ഷേപവും ഒക്കെയുണ്ട്. പന്തീരാങ്കാവിലെ സംഭവം പോലീസിനെ പ്രതിക്കൂട്ടിൽ നിർത്തിയതാണ്. അതുകൊണ്ടാണെന്നറിയില്ല തിരുവനന്തപുരം ബാലരാമപുരം പോലീസ് ഗാർഹിക പീഡന കേസ് കൈകാര്യം ചെയ്ത രീതി അല്പം കടന്നുപോയി. ഗാർഹിക പീഡനം സംബന്ധിച്ച ഭാര്യയുടെ പരാതിയിൽ കസ്റ്റഡിയിലെടുത്ത യുവാവിനെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചെന്ന് പരാതി. കസ്റ്റഡി മർദ്ദനത്തിൽ മൊട്ടമൂട് സ്വദേശി സന്തോഷിന്റെ ദേഹമാസകലം പരുക്കുകളുണ്ട്. സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ട് സന്തോഷ് SP-ക്കും DYSP-ക്കും പരാതി നൽകിയിരിക്കുകയാണ്. നരുവാമൂട് മൊട്ടമൂട് നെല്ലിത്തറ വീട്ടിൽ
സന്തോഷ് എന്ന 44-കാരനെയാണ് നരുവാമൂട് CI അഭിലാഷ സംഘവും മർദ്ദിച്ചതായി പറയുന്നത്. കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു സംഭവത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്. സന്തോഷും ഭാര്യ അമ്പിളിയും തമ്മിൽ ഏറെക്കാലമായി പിണക്കത്തിലാണ്. അമ്പിളിയുടെ ഉടമസ്ഥതയിലുള്ള വസ്തു സന്തോഷ് പണയപ്പെടുത്തിയതായിരുന്നു ഇവരുടെ തമ്മിലുള്ള തർക്കത്തിനും പിണക്കത്തിനും കാരണമായി ആയത്. ഈ അമ്പിളിയുടെ വസ്തു തിരികെ നൽകണമെന്നാവശ്യപ്പെട്ട പരാതിയും കേസും ഒക്കെ നൽകിയിരുന്നു. നരുവാമൂട് പോലീസിലും ഇതേ ചൊല്ലിയുള്ള പരാതി നൽകിയിരുന്നു. പോലീസിന്റെ ഒത്തുതീർപ്പിൽ പ്രകാരം വരും ദിവസം ഈ പറയുന്ന വസ്തു തിരികെ നൽകുന്നതിന് വേണ്ടിയുള്ള നടപടി മുന്നോട്ട് പോവുകയായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം സന്തോഷും അമ്പിളിയുടെ സഹോദരന്മാരുമായി ചില വാക്കേറ്റത്തിലുണ്ടാകുകയും കയ്യാങ്കളിയിൽ കലാശിക്കുകയും ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്തായാലും ഇന്നലെ വൈകിട്ട് ഈ പരാതിയുടെ അടിസ്ഥാനത്തിലായിരിക്കാം എത്തിയ പോലീസ്, അമ്പിളിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ എത്തിയ പോലീസ് സന്തോഷിന്റെ വീട്ടിലെത്തി മർദ്ദിക്കുകയായിരുന്നു എന്നാണ് സന്തോഷ് നൽകുന്ന പരാതിയിൽ പറയുന്നത്. നരുവാമൂട് CI അഭിലാഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് മർദ്ദിച്ചത്. ചൂരലുകൊണ്ട് മൃഗീയമായി മർദ്ദിക്കുകയായിരുന്നു എന്നാണ് പരാതിയിൽ പറയുന്നത്. എന്തായാലും മർദ്ദിച്ചതിന് ശേഷം കസ്റ്റഡിയിലെടുത്ത സന്തോഷിനെ നെയ്യാറ്റിങ്കര ജനറൽ ആശുപത്രിയിൽ എത്തിച്ചതും പോലീസായിരുന്നു. നരുവാമൂട് പോലീസായിരുന്നു ആശുപത്രിയിൽ എത്തിച്ചത്. എന്തായാലും ഇയാൾ കൂടുതൽ ചികിത്സയ്ക്ക് വിധേയനായി വരികയാണ്. നരുവാമൂട് സ്റ്റേഷനിലുള്ള സർക്കിളാണ്. പുള്ളി വന്നു എന്നെ ഒന്ന് കതവ് കേട്ടുന്നു. ഞാൻ കതവ് കേട്ട് ഞാൻ അറിയുന്നില്ല, ഞങ്ങൾ ഉറങ്ങി കിടക്കുകയാണ്. ഇവരൊന്ന് അവരാണ് പറയുന്നത് കതവ് തട്ടിയെന്ന്. വന്ന് കതവിനെ ചവിട്ടി പൊളിച്ച് അകത്ത് കയറണമെന്നാണ് ഞാൻ കാണുന്നത്. കാരണം എന്നെ 100 അടിക്കുകയായിരുന്നു. എന്നെ അടിച്ച് എനിക്ക് ശരീരത്തിന് അടികൊള്ളാനൊക്കെ പാടില്ല. എന്നിട്ട് എന്നെ അവർ നേരെ നെയ്യാറ്റിൻകര ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു. നെയ്യാറ്റിൻകര ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് അവർ ഇവിടെ കൊണ്ടുവന്ന് എക്സ്റേയും സ്കാനിങ് എല്ലാം എക്സ്റേയൊക്കെ എടുത്തിട്ട് എൻ്റെ കുടുംബക്കാരെ വിളിച്ച് അറിയിച്ചു. ഇതുപോലെ എന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, പിടിച്ചിട്ടുണ്ട്. നിങ്ങളൊന്ന് ഞാൻ നിങ്ങൾ വന്ന് ഇറങ്ങിക്കൊണ്ട് പോകാൻ പറഞ്ഞു. ഞാൻ എന്നെ ഇറങ്ങിക്കൊണ്ട് പോയി. കാസർഗോഡ് പടന്നക്കാട് 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയ കേസിൽ പ്രതിയെ തിരിച്ചറിഞ്ഞെങ്കിലും പിടികൂടാനാകാതെ പോലീസ്. സംഘങ്ങളായി തിരിഞ്ഞ് കർണാടക കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ അന്വേഷണം. മുൻപും പോക്സോ കേസിൽ പിടിയിലായിട്ടുള്ള ഇയാൾ വിചിത്ര സ്വഭാവക്കാരനാണെന്നും പോലീസ് പറയുന്നു. ഇതിനിടെ പെൺകുട്ടിയുടെ രഹസ്യമൊഴി മജിസ്ട്രേറ്റ് കോടതിയിൽ രേഖപ്പെടുത്തി. പടന്നക്കാട് 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡനത്തിന് ഇരയാക്കുകയും സ്വർണ്ണക്കമ്മൽ ഊരിയെടുത്ത ശേഷം ഉപേക്ഷിച്ച് കടന്നുകളയുകയും ചെയ്ത സംഭവത്തിൽ പ്രതിയെ ഇനിയും പിടികൂടാനായിട്ടില്ല. 35 വയസ്സുള്ള യുവാവാണ് പ്രതിയെന്ന് പോലീസ് കരുതുന്നയാൾ. കുടക് സ്വദേശിയായ ഇയാൾ 14 വർഷം മുൻപ് കാഞ്ഞങ്ങാട്ടെത്തി താമസമാക്കിയ ആളാണ്. കാഞ്ഞങ്ങാടിന്റെ തീരദേശ മേഖലയിലെ സ്ത്രീയെ വിവാഹം കഴിച്ചാണ് ഇവിടെ താമസം തുടങ്ങിയത്. കുടക് സ്വദേശിയായതിനാൽ കർണാടക കേന്ദ്രീകരിച്ചാണ് ഇയാൾക്കായി അന്വേഷണം നടത്തുന്നത്. ഒരു സംഘം നാഗ്പൂരിലേക്കും പ്രതിയെ തേടി പോയിട്ടുണ്ട്. പരിശോധിച്ച 167 CCTV ദൃശ്യങ്ങളിൽ നിന്നാണ് പോലീസ് പ്രതിയിലേക്ക് എത്തിയത്. ദിവസങ്ങൾക്ക് മുൻപ് മറ്റൊരു വീട്ടിൽ കയറി സ്ത്രീയുടെ മാല പൊട്ടിച്ചോടിയതും ഇയാളാണെന്നും CCTV ദൃശ്യങ്ങളിൽ നിന്നും പോലീസ് സ്ഥിരീകരിച്ചു. രണ്ട് സംഭവങ്ങൾ നടക്കുമ്പോഴും ഒരേ വസ്ത്രമാണ് ഇയാൾ ധരിച്ചിരുന്നത്. ഇയാളുടെ ശരീരചലനങ്ങളും വ്യക്തമായതോടെ രണ്ടും ഒരാളാണെന്ന് പോലീസ് ഉറപ്പിക്കുകയായിരുന്നു. പ്രതിയെന്ന് കരുതുന്നയാൾ വിചിത്ര സ്വഭാവക്കാരനാണെന്നും പോലീസ് പറയുന്നു. മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷനിൽ 2 വർഷം മുൻപ് ഇയാൾക്കെതിരെ പോക്സോ കേസുണ്ട്. ബന്ധുവായ 14 വയസ്സുകാരിയെ സ്കൂട്ടറിൽ കയറ്റിക്കൊണ്ടുപോയി ആദൂരിലെ വനത്തിൽ വെച്ച് പീഡിപ്പിച്ചെന്നായിരുന്നു കേസ്. ഇതിൽ 3 മാസം റിമാൻഡിലായി ജയിലിലായിരുന്നു. സുള്ള്യ, കുടക് സ്റ്റേഷനുകളിലും മാല പിടിച്ചുപറി കേസുകൾ ഇയാൾക്കെതിരെയുണ്ട്. ഇതിനിടെ പെൺകുട്ടിയിൽ നിന്നും ഹോസ്ദുർഗ് ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് 1 രഹസ്യമൊഴിയെടുത്തു. കഴിഞ്ഞ ദിവസം പോലീസിലും പെൺകുട്ടി വിശദമായ മൊഴി നൽകിയിരുന്നു. ന്യൂസ് 18 കാസർഗോഡ്. തിരുവനന്തപുരം മേയറും KSRTC ബസ് ഡ്രൈവറും തമ്മിലുള്ള തർക്കം ഏറെ വിവാദം സൃഷ്ടിച്ചതാണ്. സംഭവം നടന്ന് 3 ആഴ്ച പിന്നിട്ടെങ്കിലും
കേസും നടപടികളും പുരോഗമിക്കുന്നുണ്ട്. അതിനിടെ ഡ്രൈവർ യദു അശ്ലീലാംഗ്യം കാണിച്ചെന്ന പരാതിയിൽ മേയർ ആര്യ രാജേന്ദ്രന്റെ രഹസ്യമൊഴി രേഖപ്പെടുത്തി. തിരുവനന്തപുരം ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് രഹസ്യമൊഴി രേഖപ്പെടുത്തിയത്. അതിനിടെ ബസ്സിലെ CCTV ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് ഇനിയും കണ്ടെത്താനായിട്ടില്ല. ഏപ്രിൽ 28 രാത്രിയിലാണ് മേയർ ആര്യ രാജേന്ദ്രനും കുടുംബവും KSRTC ഡ്രൈവറുമായി വഴിയിൽ വെച്ച് തർക്കമുണ്ടായത്. വാഹനത്തിന് സൈഡ് നൽകാത്തതിനെ ചൊല്ലിയായിരുന്നു തർക്കം. ഡ്രൈവർ അശ്ലീലാംഗ്യം കാണിച്ചതായി മേയർ ആരോപിച്ചിരുന്നു. മേയർ സഞ്ചരിച്ച കാർ ബസ്സിനു കുറുകെ സീബ്ര ലൈനിൽ കയറ്റി നിർത്തിയിട്ടിരിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നു. രഹസ്യമൊഴിയെടുക്കണമെന്ന് മ്യൂസിയം പോലീസ് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് മേയർ ആര്യ രാജേന്ദ്രൻ മൊഴി നൽകാൻ ഹാജരായത്. മൊഴിയെടുപ്പ് 45 മിനിറ്റ് നീണ്ടു. ഭർത്താവ് സച്ചിൻ ദേവ് MLAയും മേയർക്കൊപ്പം കോടതിയിലെത്തിയിരുന്നു. സംഭവത്തിൽ ബസ് ഡ്രൈവർ യദുവിനെ അന്നു തന്നെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടിരുന്നു. ഡ്രൈവറും മേയർക്കെതിരെ പരാതി നൽകിയെങ്കിലും ആദ്യം പോലീസ് കേസെടുത്തിരുന്നില്ല. അതിനിടെ ബസ്സിലെ CCTV ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് കാണാതെ പോയതും വിവാദം സൃഷ്ടിച്ചു. ദൃശ്യങ്ങൾ ഇനിയും കണ്ടെടുക്കാനായിട്ടില്ല. ഇതേ ഡ്രൈവറിൽ നിന്ന് സമാനമായ ദുരനുഭവമുണ്ടായെന്നാരോപിച്ച് ഒരു നടിയും രംഗത്തെത്തിയിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. സ്വർണത്തിന് റെക്കോർഡ് വിലയുള്ളപ്പോൾ വീട്ടിൽ ആഭരണങ്ങൾ സൂക്ഷിക്കുന്നത് അപകടകരമാണ്. പ്രത്യേകിച്ച് കള്ളന്മാർ നാട്ടിൽ കറങ്ങി നടക്കുന്ന ഈ സമയത്ത് ബാങ്കിലോ ലോക്കറിലോ ആഭരണങ്ങൾ വെക്കുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ കണ്ണൂർ പയ്യന്നൂരിൽ പ്രവാസിയുടെ വീട്ടിൽ സംഭവിച്ചതുപോലുള്ള അനുഭവം ഉണ്ടാകാം. പയ്യന്നൂർ സ്വദേശി സുഹ്രയുടെ വീട് കുത്തിത്തുറന്ന് കവർന്നത് 76 പവൻ സ്വർണവും പണവുമാണ്. രാവിലെ 6:15 വീട്ടുകാർ ഉണർന്നപ്പോഴാണ് കവർച്ചാ വിവരം അറിയുന്നത്. വീടിന്റെ മുൻവശത്തെ വാതിൽ കുത്തി തുറന്നാണ് മോഷ്ടാവ് അകത്തുകയറിയത്. താഴത്തെ മുറിയിലെ 2 അലമാരകളിലായി സൂക്ഷിച്ചിരുന്ന സ്വർണവും പണവുമാണ് കവർന്നത്. 76 പവന്റെ ആഭരണങ്ങളും 4000 രൂപയും വിലപ്പെട്ട രേഖകളും നഷ്ടമായി. സുഹറയും ഭർത്താവ് ആമുവും കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ഇവരുടെ മകളും മകന്റെ മകളുമാണ് കവർച്ച നടക്കുമ്പോൾ വീട്ടിലുണ്ടായിരുന്നത്. മുൻവശത്തെ വാതിൽ കുത്തി തുറക്കാനായി ഉപയോഗിച്ചതെന്ന് കരുതുന്ന കമ്പിപ്പാര മോഷണം നടന്ന മുറിയിൽ നിന്ന് പോലീസ് കണ്ടെത്തി. അടുത്ത മുറിയിൽ നിന്നും ഒരു വെട്ടുകത്തിയും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അലമാരകളിൽ സൂക്ഷിച്ചിരുന്ന ബാങ്ക് പാസ്ബുക്കും മറ്റ് രേഖകളും വീടിന്റെ പുറകിൽ നിന്ന് കണ്ടെത്തി. ഡിവൈഎസ്പി എ ഉമേഷിന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ പോലീസ് അന്വേഷണം തുടങ്ങി. ഫോറൻസിക് വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി. പയ്യന്നൂർ കണ്ടോത്ത് പൂട്ടിക്കിടന്ന വീട്ടിലും മോഷണശ്രമം നടന്നു. കണ്ടോത്ത് അമ്പലത്തറയിലെ ഡൊമിനിക് തോമസിന്റെ വീട്ടിലാണ് മോഷണശ്രമമുണ്ടായത്. കുടുംബത്തോടൊപ്പം കഴിഞ്ഞ വെള്ളിയാഴ്ച കോട്ടയത്തേക്ക് പോയ ഇവർ തിരിച്ചെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത്. ന്യൂസ് 18 പയ്യന്നൂർ. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. മലയൻകീഴിൽ അമ്മയെയും മകനെയും വീട് കയറി ആക്രമിച്ച പ്രതികൾ അറസ്റ്റിൽ. മലയൻകീഴ് സ്വദേശികളായ മനോജ്, മുരുകൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. മനോജ് രാത്രി അയൽവീടുകളുടെ വാതിലിൽ മുട്ടുന്ന വിവരം ഭാര്യയെ അറിയിച്ചതിലുള്ള വിരോധമാണ് ആക്രമണ കാരണമെന്ന് പോലീസ്. പാലക്കാട് തോലന്നൂരിൽ ദമ്പതിമാരെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾക്ക് ജീവപര്യന്തം. 1-ാം പ്രതി എറണാകുളം പറവൂർ സ്വദേശി സദാനന്ദന് ഇരട്ട ജീവപര്യന്തവും 2-ാം പ്രതിയും ദമ്പതിമാരുടെ മകന്റെ ഭാര്യയുമായ ഷീജയ്ക്ക് ജീവപര്യന്തവും പാലക്കാട് ജില്ലാ സെഷൻസ് കോടതി വിധിച്ചു. ഇരുവരും തമ്മിലുള്ള ബന്ധം അറിഞ്ഞതോടെയാണ് സ്വാമിനാഥൻ, ഭാര്യ പ്രേമകുമാരി എന്നിവരെ കൊലപ്പെടുത്തിയത്. പാലക്കാട് മണ്ണാർക്കാട് നഗരമധ്യത്തിൽ കഞ്ചാവ് ചെടി കണ്ടെത്തി. നഗരവൽക്കരണത്തിന്റെ ഭാഗമായി സ്ഥാപിച്ച ചെടിച്ചട്ടിയിലാണ് എക്സൈസ് കഞ്ചാവ് ചെടി കണ്ടെത്തിയത്.
കോഴിക്കോട് പുതുപ്പാടിയിൽ ലഹരിമരുന്ന് മൊത്തവ്യാപാരി പിടിയിൽ. അടിവാരം സ്വദേശി നൌഷാദാണ് 152 ഗ്രാം MDMA-യുമായി പിടിയിലായത്. തോക്കുകളും തിരകളുമായി മഞ്ചേശ്വരം സ്വദേശികളായ 2 പേർ മംഗലൂരുവിൽ അറസ്റ്റിൽ. മഞ്ചേശ്വരം സ്വദേശികളായ മുഹമ്മദ് അസ്കർ, അബ്ദുൽ നിസാർ എന്നിവരെയാണ് സെൻട്രൽ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത്. ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലേക്ക് മലയാളികൾ മാറുകയാണ്. നിസ്സാര കാരണങ്ങളുടെ പേരിൽ ആരെയും ആക്രമിക്കും. ഇത്തരം സംഭവങ്ങൾ പലപ്പോഴും കേൾക്കാറുള്ളത് ആശുപത്രികളിൽ നിന്നാണ്. രോഗിയുടെ പ്ലാസ്റ്റർ ഇളകി മാറിയെന്ന് ആരോപിച്ച് യുവാവും സുഹൃത്തും നഴ്സിംഗ് അസിസ്റ്റന്റിനെ ക്രൂരമായി മർദ്ദിച്ചെന്ന് പരാതി. തിരുവനന്തപുരം വെള്ളറട സർക്കാർ ആശുപത്രിയിലെ നഴ്സിംഗ് അസിസ്റ്റന്റ് സനൽ രാജിനാണ് മർദ്ദനമേറ്റത്. സംഭവത്തിൽ വെള്ളറട കരിമര സ്വദേശികളായ നിഷാദ്, ശ്യാം എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതുപോലുള്ള ആക്രമികളെ നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ സാമൂഹ്യ അന്തരീക്ഷം പൂർണ്ണമായും തകരും. ഇതോടെ ഇന്നത്തെ പോലീസ് പെട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.